സമയം ലാഭിക്കാനേ ഞാനൊരു ഈസി ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അതിനെ പാമലോറോ ടെക്നിക്ക് എന്ന് പറയും. ആ ടെക്നിക്കിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുകയൊന്നും വേണ്ട, അതിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യം സമയം കിട്ടുന്നില്ല എന്നാണല്ലേ. കാലം പെട്ടെന്ന് ഇങ്ങനെ കടന്നു പോവാണ്. രാവിലെ എഴുന്നേറ്റ് ഉച്ചയാവുമ്പോൾ തന്നെ പെട്ടെന്ന് കഴിയുന്ന പോലെയാണ്. ഉച്ച കഴിഞ്ഞ് പിന്നെ രാത്രി ആവുന്നത് ഇത്ര നേരം കൊണ്ടാണ് അല്ലേ. ഞൊടിയിടക്ക് സമയം പോവുകയാണ് അല്ലേ ഇന്നത്തെ ഓരോ ദിവസങ്ങളും. അപ്പൊ ഈ ഓരോ ദിവസവും നമ്മൾ അതിനനുസരിച്ച് സ്കെഡ്യൂൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ പല കാര്യങ്ങളും നടക്കാതെ വരും അല്ലേ. അതുപോലെ മടുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങും ഇങ്ങനെ. അപ്പൊ ഈ സമയക്കുറവ് കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. അതിന്റെ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം എൻഗേജ്ഡ് ആവുന്നു, പിന്നെ സ്ക്രീൻ ടൈം കൂടുന്നു, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ അതിന് പിന്നിലുണ്ട്. അതെല്ലാം പോട്ടെ. അത് കൂടാതെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് നമ്മുടെ പിടിച്ചെടുത്ത് കിട്ടാണ്ടായി കഴിഞ്ഞാലും ഇതുപോലെ സമയം പെട്ടെന്ന് പോകുന്ന പോലെ ഫീൽ ചെയ്യും. ഇപ്പൊ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ റിലാക്സേഷൻ കൂടുതലായിരുന്നു. അതായത് കുറച്ചു നേരം ജോലി എടുക്കുക, സംസാരിക്കുക, വീട്ടിലാണെങ്കിൽ കുറെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും, അവരുമായിട്ട് സംസാരിച്ചായിരിക്കും നമ്മൾ ജോലി എടുക്കുന്നത്. കൂടുതൽ ഹോം മേക്കേഴ്സിന്റെ കാര്യം കേട്ടോ ഞാനിപ്പോൾ ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും അങ്ങനെ പല രീതിയിൽ എന്താണ് കുറെ റിലാക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടൊന്ന് സമാധാനമായിട്ട് ഒന്നും ആലോചിക്കാതെ കിടന്നുറങ്ങാനൊക്കെ പറ്റിയിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ഒന്നുമല്ല. ഉച്ചയാവുന്നത് വരെയും കുറെ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും വീട്ടിൽ, അങ്ങനെ ഒരുപാട് സ്ട്രെസ്ഡ് ആയിരിക്കും. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അതിന് പുറമേ ഉണ്ട്. അത് കൂടാതെ ഇത് നമ്മൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക്, പാമലോറോ എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് വർക്ക് ചെയ്യരുത്. എന്ത് ജോലിയാണെങ്കിലും, അതായത് ഹോം മേക്കേഴ്സിന് മാത്രമല്ല ഞാൻ പറയുന്നത്, ഓഫീസ് വർക്ക് ആണെങ്കിലും ജോലിയാണെങ്കിലും നമ്മൾ പഠിക്കുകയാണെങ്കിലും പഠിക്കാൻ പോവുകയാണെങ്കിലും എന്താണെങ്കിലും, ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ ജോലിയാണെങ്കിൽ പോലും കുറച്ച് സമയം കഴിയുമ്പോൾ 5 minutes റെസ്റ്റ് എടുക്കുക. അതിന് കറക്റ്റ് ടൈം പീരീഡ് ഉണ്ട് കേട്ടോ. 25 minutes ജോലി എടുത്തു കഴിഞ്ഞാൽ 5 minutes റെസ്റ്റ് കൊടുക്കുക. പിന്നെ അടുത്ത 25 minutes ജോലി എടുക്കുക, 5 minutes റെസ്റ്റ് കൊടുക്കുക. ആ 5 minutes നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ചിലർ റിലാക്സ് ചെയ്തിരിക്കാനായിരിക്കും ഇഷ്ടം, അങ്ങനെ ചെയ്യുക. ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലിയൊക്കെയാണെങ്കിൽ റിലാക്സ് ചെയ്തിരിക്കുക. അതല്ലെങ്കിൽ റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് ചായ കുടിക്കുക, വെള്ളം കുടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ അതുമായിട്ട് സംസാരിക്കുക. അങ്ങനെ ഇഷ്ടമുള്ള കാര്യം എന്താണോ അത് ചെയ്യുക. അങ്ങനെ 4 പ്രാവശ്യം ഇത് കണ്ടിന്യൂസ് പോയി കഴിയുമ്പോൾ, അതായത് 25 minutes ജോലി എടുക്കുക, റെസ്റ്റ് എടുക്കുക 5 minutes, അപ്പോൾ അരമണിക്കൂർ പോയി. പിന്നെ 25 minutes ജോലി എടുക്കുക, പിന്നെ 5 minutes റെസ്റ്റ് എടുക്കുക, അപ്പോൾ 1 മണിക്കൂർ പോയി. പിന്നെ 25 minutes ജോലി എടുക്കുക, 5 minutes റെസ്റ്റ് എടുക്കുക, അപ്പോൾ 1.5 മണിക്കൂർ. പിന്നെ 25 minutes ജോലി എടുക്കുക, 5 minutes റെസ്റ്റ് എടുക്കുക, അപ്പോൾ എത്ര മിനിറ്റ് ആയി? 2 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 1/2 മണിക്കൂർ നിർബന്ധമായിട്ടും റെസ്റ്റ് എടുക്കണം. ഓക്കെ, 1/2-3/4 മണിക്കൂറെങ്കിലും റെസ്റ്റ് എടുത്താൽ അത്രയും നല്ലത്. നല്ല രീതിയിൽ റിലാക്സ് ചെയ്യുക. എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം അത് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ കൂടുതലും ഫേസ്ബുക്ക് അങ്ങനെയുള്ള കോമിക്കായിട്ടുള്ള ഫണ്ണി വീഡിയോസ്, പഴയ ഫിലിംസ്, ഇതൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് കാണാറ്. അതാണ് എനിക്ക് റിലാക്സേഷൻ എപ്പോഴും തരാറ് അല്ലേ. അപ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും, ചിലപ്പോൾ പഴയ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമ്മളുടെ കൂടെ ഉള്ളവർ പണ്ട് ഉണ്ടായിരുന്നത് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. പണ്ടത്തെ പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ പണ്ടത്തെ ഓർമ്മകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് സന്തോഷം തന്നെ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഞാനൊക്കെ ആ രീതിയിൽ പെട്ട ആളുകളാണ് കേട്ടോ. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾക്ക് പഴയ പാട്ടുകളോ പഴയ സിനിമകളോ ഒക്കെ ഇഷ്ടമെങ്കിൽ അങ്ങനെ കാണുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എങ്കിൽ അവരുമായിട്ട് സംസാരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനോ വെള്ളം കുടിക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അത് ചെയ്യുക. പുറത്ത് നടക്കാനോ പുറത്തേക്ക് പോകാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചെയ്യുക. ഇങ്ങനെ പല രീതിയിലായിരിക്കും ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ. അതെന്താണോ അത് ചെയ്യുക. ഇതാണ് ഈ ഒരു ടെക്നിക്ക്. അപ്പോൾ ഇന്ന് മുതലേ നിങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ജോലി ചെയ്താലും നമ്മളത് മടുക്കും എന്നതിൽ 100% ഒരു സംശയമില്ല. ഓക്കെ, എന്ത് കാര്യം നമ്മൾ കണ്ടിന്യൂസ് ചെയ്താലും മടുക്കും. അതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഒരു ചേഞ്ചും ഇല്ലാതെ നമ്മളുടെ റുട്ടീൻ നമ്മളെ മടുപ്പിലേക്ക് കൊണ്ടുവരുന്നു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്ന വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഒരേ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ 100% ഉറപ്പാണ് നിങ്ങൾക്ക് ലൈഫ് മടുത്ത് തുടങ്ങിയിട്ടുണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്. കുറച്ചു നേരം ജോലി എടുക്കുക, കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക, ജോലി എടുക്കുക, റെസ്റ്റ് എടുക്കുക. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എല്ലാ കാര്യവും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്യുക. കാരണം നമ്മളുടെ മൈൻഡിനെ സ്ട്രെസ്ഡ് ആക്കി കഴിഞ്ഞാൽ, നമ്മളുടെ മൈൻഡിനെ ടെൻസ്ഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ജോലി എടുക്കുന്ന സ്പീഡ് കുറയും. ജോലി എടുക്കുന്ന സ്പീഡ് കുറയുമ്പോൾ എന്താണ്, സമയം പെട്ടെന്ന് പോകുന്ന പോലെയും എന്തോരം എടുത്തിട്ടും തീരുന്നില്ല എന്നുള്ള ആ ഒരു ചിന്തകൾ നമുക്ക് വരാൻ തുടങ്ങും. അതുകൊണ്ട് ഈ പറഞ്ഞ ഒരു ടെക്നിക്ക് ഇന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാക്കിക്കോളുക. താങ്ക് യു.